സുധീഷ്, പുതിയ വാർത്ത ട്രൂത്ത് സോഷ്യൽ ട്രംപ് അടുത്ത പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ചൈനയുമായി ബന്ധപ്പെട്ട് ഷീ ജിൻപിങ്ങുമായി ചർച്ച ചെയ്തു. താരിഫിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചൈനയിലേക്ക് സന്ദർശനം നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വലിയൊരു പോസ്റ്റ്, അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താരിഫും ഇതൊക്കെ പ്രഖ്യാപിച്ചതും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു. ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടും അത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ വാർത്തയാണ്. ഒരു 10-15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 9:08 അതെ, വീഡിയോ അതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സമയം 9:08 വന്നിരിക്കുന്നത്. ട്രംപ് ഒതുങ്ങി തുടങ്ങി. ട്രംപിന്റെ അഹങ്കാരം ഇല്ലാതായി തുടങ്ങി. ട്രംപ് ഓരോരുത്തരായിട്ട് കാല് പിടിക്കാൻ തുടങ്ങി. ട്രംപിന് വെളിവ് വന്നു തുടങ്ങി എന്ന് പറയണം. അന്തം വിട്ട ട്രംപിന്റെ അന്തം തിരിച്ചു വന്നു. അതെ 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 അതെ. ഏതായാലും ഈ പോസ്റ്റിന്റെ അകത്ത് അങ്ങനെ പറയുന്നത് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിനോട് സംസാരിച്ചു. ട്രേഡ്, മിലിറ്ററി, ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കുന്നു. തായ്വാൻ, വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ അതിനെപ്പറ്റി സംസാരിച്ചു. കറണ്ട് സിറ്റുവേഷൻ വിത്ത് ഇറാൻ, പർച്ചേസ് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ബൈ ചൈന ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് ചൈന ഇനി അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കും. ട്രംപ് പറഞ്ഞേക്കാണ്. ഇന്ന് ഈ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നതാണ്. പോരാ, തീർന്നില്ല. കൺസിഡറേഷൻ ബൈ ചൈന ഓഫ് ദ പർച്ചേസ് ഓഫ് അഡീഷണൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇൻക്ലൂഡിംഗ് ലിഫ്റ്റിംഗ് ദ സോയാബീൻ കൗണ്ട് ടു 1 million tons. ചൈനയായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ സോയാബീന്റെ പർച്ചേസർ, മേടിച്ചുകൊണ്ടിരുന്നത്. ചൈന പരിപാടി താരിഫ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചൈന അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി. സോയാബീൻ കൃഷിക്കാർ ട്രംപിന്റെ എല്ലാവർക്കും വിളിച്ചു. അപ്പൊ ഈ താതസ്മരണ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് ഇച്ചിരി ഒന്ന് വെളിവ് വീണെന്ന് തോന്നുന്നു. മാത്രമല്ല, കാശും വീഴുന്നില്ല പെട്ടിക്കകത്ത്. പുള്ളി ഉദ്ദേശിച്ച പോലെ ഈ ട്രംപ് താരിഫൊക്കെ അടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടിക്കകത്ത് കാശ് വീഴണം എന്നൊരു ഉദ്ദേശവും കൂടെ അങ്ങേർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച അമേരിക്കയിലോട്ട് എല്ലാവരും വന്ന് സാധനം വിൽക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ താരിഫ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാശ് വീഴും എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ അതനുസരിച്ച് കാശ് വീഴുന്നില്ല, തീർന്നില്ല. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നു. ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വിലക്കയറ്റമാണല്ലോ. ട്രംപിന്റെ താരിഫാണ് വിലക്കയറ്റത്തിനുള്ള കാരണം എന്നുള്ള അന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അങ്ങനൊരു ഇൻഫ്ലേഷൻ വരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, എക്കണോമി ഇഷ്യൂ. ഇപ്പോൾ പതിയെ ട്രംപ് താഴോട്ട് വന്നു തുടങ്ങി. അന്നേരത്തിന് 50% നിന്ന് 18% ആവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ചൈനയ്ക്കുള്ള ടാരിഫിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ഏതായാലും സോയാബീൻ 20 million ton ഈ സീസണിൽ മേടിക്കും. ഈ സീസണിൽ 20 million ton, അടുത്ത സീസണിൽ 25 million ton. പിന്നെ എയർപ്ലെയിൻ എൻജിൻ ഡെലിവറി, അങ്ങനെ ന്യൂമറസ് അതർ സബ്ജക്ട്സ്, ഓൾ വെരി പോസിറ്റീവ്. പിന്നെ ട്രംപും ഷിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങൾ വളരെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഐ ബിലീവ് ദർ വിൽ ബി വെരി മെനി പോസിറ്റീവ് റിസൾട്ട്സ് അച്ചീവ്ഡ് ഓവർ ദ നെക്സ്റ്റ് 3 years ഓഫ് മൈ പ്രസിഡൻസി ഹാവിങ് ടു ഡു വിത്ത് പ്രസിഡന്റ് ഷീ. അല്ല, ചൈനയായിരുന്നല്ലോ വലിയ ശത്രു എന്ന് ട്രംപും അമേരിക്കക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇന്ത്യയെ കുത്തിത്തിരിച്ച് ഇളക്കുകയും ചെയ്തായിരുന്നു. നിങ്ങൾ പോയി ചൈനയായിട്ട് അടിയുണ്ടാക്കും, ഞങ്ങൾ കാണാൻ വരാം. അല്ല, അങ്ങനെയാണല്ലോ. എന്താ പറയുക, ഭൂഗോളത്തിന്റെ അങ്ങ് പകുതിക്ക് കിടക്കുന്ന അമേരിക്ക പിന്നെ കാണാനല്ലാണ്ട് പിന്നെ എന്തിനു വരും എന്നാ പറയണത്. നിങ്ങൾ പോയി ചൈനയായിട്ട് അടിയുണ്ടാക്കും, നിങ്ങൾ പോയി ചൈനയായിട്ട് അടിയുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ സൂക്കേട്. നമ്മൾ ആ കുഴി വീണില്ല. അത് കഴിഞ്ഞിട്ട് ആണ് എന്താ പറയുക, ഇവർ ചൈനയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളെ എന്താ പറയുക പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് നമ്മളെ എന്താ പറയുക ഏകദേശം ഒരു ശത്രുതാ മനോഭാവത്തോടെയൊക്കെ കണ്ടുവന്നപ്പോഴാണല്ലോ ഈ താരിഫൊക്കെ അടിച്ചു വന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി ചൈനയുമായിട്ട് സംസാരിച്ച് നമ്മുടെ SCO മീറ്റിങ്ങിൻ്റെ അതൊക്കെ ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഇന്ത്യയും ചൈനയുമായിട്ട് ഉടലെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഈ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ബാക്കി ഒരു സ്ത്രീയൊക്കെ വിളിച്ചു പോയി പറഞ്ഞ് ഞങ്ങൾ വളരെ വിഷമിച്ചാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തല്ലിച്ചു നിർത്തിയിരുന്നതെന്നാണ്. അതാണ് ഈ ട്രംപ് ഒറ്റ അടിക്ക് പോയി ഇല്ലാതാക്കിയെന്ന് വളരെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയുകയാണ്. ഈ പറഞ്ഞ പോലെ നീലക്കുറുക്കൻ നിലാവ് കണ്ടുമ്പോൾ കൂവി പോകുന്ന പോലെ അന്ന് ഓപ്പണായിട്ട് അവർ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഈ എന്താ പറയുക, ഞങ്ങൾ വിഷമിച്ചായിരുന്നു ചൈനയും ഇന്ത്യയും കൂടെ തല്ലിച്ചു നിർത്തിയിരുന്നത് എന്നുള്ളത്. അതെ, അത്ര പാടുപെട്ടാണ് ഒരു തർക്കത്തിൽ നിർത്തിയിരുന്നത്, സംഘർഷത്തിൽ നിർത്തിയിരുന്നത് എന്നുള്ളത്. ഈ 1962 ഇന്ത്യയുടെയും ചൈനയുടെയും കൂടെ യുദ്ധത്തിന്റെ അകത്ത് അമേരിക്കയുടെ ഒരു ചെറിയ പങ്കുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട. എന്തായാലും ശരി, ട്രംപ് എന്താ പറയുക മോദിജി വിളിച്ച പോലെ റെസ്പെക്റ്റഡ് ലീഡർ എന്നും
ഓണർ ടു സ്പീക്ക് ടു ഹിം എന്നൊന്നും അത്രയ്ക്കൊന്നും ബഹുമാനം എന്നില്ല, ബഹുമാനം പൊടിക്കരിച്ച് കുറവായിരുന്നു. എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ആ ബഹുമാനത്തിനൊക്കെ മോദിജി തിരിച്ച് വലിയ ബഹുമാനമൊന്നും കൊടുത്തുമില്ല. അത് കേട്ടു, ലോക സമാധാനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുമായിട്ട് മോദിജിയുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ പറഞ്ഞു അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യ ഇനി മുതൽ 0% താരിഫ് എന്നൊക്കെ ആയിരിക്കും പറയുന്നതെന്ന്. അതിൻ്റെ മറുപടി പീയൂഷ് ഗോയൽജി പറഞ്ഞിട്ടുണ്ട്, റെസിപ്രോസിറ്റി, അതായത് ഇങ്ങോട്ടെങ്ങനെയാണോ തിരിച്ചും അങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ട്രംപ് താരിഫ് അടിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത്. ട്രംപ് ഇപ്പോഴും 18% താരിഫാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 0% ആക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതിൻ്റെ അകത്ത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. അത് മാത്രമല്ല, പീയൂഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യക്ക് അഭിമാനിക്കത്തക്ക ഒരു ഡീൽ തന്നെയായിരിക്കും ഇതെന്നുള്ളത് പീയൂഷ് ഗോയൽ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു കാരണവശാലും ഇന്ത്യക്കാർക്ക് മോശം ആയിട്ട് വരുന്ന ഒരു കാര്യവും ഡീലിലുണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെങ്ങാനും ടെഡ് ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു അവിടുത്തെ ഒരു കോൺഗ്രസ്മാനോ അത് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന എല്ലാ ട്രേഡ് ഡീലുകളിലും ഏറ്റവും ബെസ്റ്റ് ഡീലായിരുന്നു ഇന്ത്യ അങ്ങോട്ട് കൊടുത്തതെന്നാണ് അങ്ങനെ പറഞ്ഞത്. അത് ആ ലീക്ക്ഡ് ഓഡിയോയിൽ ഒരു ഭാഗം എങ്ങാണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. എന്താ പറയുക, നമ്മളാണ് ഏറ്റവും നല്ല ഡീല്, അതായത് ഈ കണ്ട ലോകത്തിലെ സർവ്വ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഡീൽ ഉണ്ടാക്കാനായിട്ട് സംസാരിച്ചു. ചിലത് നടന്നു, ചിലത് നടന്നില്ല. പക്ഷേ അമേരിക്കയ്ക്ക് കിട്ടിയ ഓഫറുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓഫർ ഇന്ത്യയുടെ ആയിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഇത്. പക്ഷേ നമ്മളുടെ കർഷകരുടെ, നമ്മളുടെ എന്താ പറയുക വിപണിയുടെ ഒക്കെ, വിപണിയിലെ മറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ ഒക്കെ താല്പര്യം നമ്മൾ സംരക്ഷിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മൾ നേരത്തെയും പറഞ്ഞ പോലെ ന്യൂസിലൻഡിൻ്റെ കൂടെ ആണെങ്കിലും ശരി, UK കൂടെ ആണെങ്കിലും ശരി, യൂറോപ്പിൻ്റെ കൂടെ ആണെങ്കിലും ശരി, നടന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലെല്ലാം നമ്മൾ ആ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നല്ലൊരു ഡീലാണ് അവർക്കും കൊടുക്കുന്നത്. അതെ. അപ്പോൾ ഈ ഇന്ന് തന്നെ ജെഫ്രി സാക്സ്, അദ്ദേഹം മറ്റേ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞ തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് വിജയിച്ചത്, ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായി മാറുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത്. അമേരിക്ക സത്യത്തിൽ ഇതിൽ ഈ പറയുന്ന പോലെ വലിയൊരു വിജയമെന്ന് അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറയാൻ കഴിയില്ല. ഈ ക്ഷമ കാണിച്ചതുകൊണ്ട് ഇന്ത്യയാണ് വിജയിച്ചതെന്നാണ് പറയുന്നത്. ജെഫ്രി സാക്സ് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ നോക്കി, ഇന്ത്യ അനങ്ങിയില്ല. കഴിഞ്ഞ ദിവസം കല്ലിന് കാറ്റ് പിടിച്ച പോലെ അവിടെ അങ്ങനെ നിന്നു. നമ്മള് മാത്രമല്ല, ഈ അമേരിക്കക്കാര് അത്യാവശ്യം പ്രൊവോക്ക് ചെയ്യാൻ നോക്കി, ആക്ഷേപിച്ച് നോക്കി, എന്താ പറയുക വഴക്കുണ്ടാക്കി നോക്കി, പലതും ചെയ്തു നോക്കി. നമ്മൾ ഈ പറഞ്ഞ പോലെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിന്നു. പ്രസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ അവിടെ പോയിട്ട്, വക്താക്കൾ പോയിട്ട് സംസാരിച്ചു. ഈവൻ മന്ത്രിമാർ പോലും പോയിട്ട് സംസാരിക്കുന്ന ഒരു പ്രാധാന്യവും നമ്മൾ കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം ആരോ എഴുതി കണ്ടു, മറ്റേ ഏതോ ഒരു സിനിമയിൽ മറ്റേ ഇന്നസെന്റ് മീശയും പിരിച്ച് നിൽക്കുന്ന പോലെ, മിഥുനത്തിലെ ഇന്നസെന്റ് മീശയും പിരിച്ച് നിൽക്കുന്ന പോലെ ഓരോറ്റ നിപ്പങ്ങ് നിന്നു എന്നുള്ളതല്ല. അത് പ്രത്യേകിച്ച് ഒന്നും മൈൻഡ് ചെയ്തില്ല. തെറി വിളിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല, ചീത്ത വിളിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല, പരിഹസിച്ചപ്പോഴും മൈൻഡ് ചെയ്തില്ല. 3 മാസത്തിനുള്ളിൽ നമ്മുടെ കാലിൽ വന്ന് വീഴുമെന്ന് അമേരിക്കക്കാർ പറഞ്ഞതാണ്. ബ്രിക്സ് സ്വന്തമായിട്ട് കറൻസി ഇറക്കാൻ പോകുന്നു. അവർ തമ്മിൽ കച്ചവടം ചെയ്യട്ടെ. അത് എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് 3 മാസം കൊണ്ട് അമേരിക്കക്കാരുടെ കാലിൽ വന്ന് വീഴുമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. നടന്നില്ല. ജെഫ്രി സാക്സ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അമേരിക്കക്കാരെ അങ്ങനെ വിശ്വസിക്കണം. അമേരിക്കക്കാരെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട. ഇന്നത്തെ എന്താ പറയുക കോൺട്രാക്ട് നാളെ ചിലപ്പോൾ മത്തിപതിയാൻ എടുത്തു കളയും എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിക്കും വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പുള്ളി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കക്കാരനായിട്ട് പോലും. ജെഫ്രി സാക്സ് ഈ താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞത് അഹങ്കാരത്തിൻ്റെയും എന്താ പറയുക മൂർത്തിഭാവമായിട്ടുള്ള ഏറ്റവും പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്നുള്ള അന്നേ പുള്ളി പറഞ്ഞതാണ്. അതെ. ഇതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ മോദി മുട്ടുകുത്തി, മോദി പേടിച്ചു, മോദി മിണ്ടിയില്ല, മോദി ഇനി മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ രാജ്യത്തുള്ള ഒരു വിവരമുള്ളവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്ത്യ വളരെ നല്ല നീക്കമാണ് നടത്തിയത്, നയതന്ത്രപരമായിട്ട് ഉജ്ജ്വലമായൊരു വിജയമാണ് എന്നാണ് ഒരുപാട് ഭീകരമായിട്ടുള്ള. അതായത് ലോകത്തിലെ
ലോക പോലീസായിട്ട് നടക്കുന്ന, കുട്ടമ്പുള്ള പോലീസായിട്ട് നടക്കുന്ന അമേരിക്കക്കാരനാണ് മുത്തി തിരിച്ച് ഇവിടെ വന്നിട്ട് ബായോ ചേട്ടാ നമുക്കൊരു ഡീല്, ഞാൻ 50% അടിച്ച താരിഫൊക്കെ കുറച്ച് 18% ആക്കിയിട്ട്, 18%ന് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇത്രയും നാളും അമേരിക്കയുടെ വാലാട്ടിയായിട്ട് നടന്നിരുന്ന ആയിരുന്നു ഈ റീജിയനിൽ ഏറ്റവും കുറവ് താരിഫ്, 19%. നമുക്ക് 18%. പാകിസ്ഥാൻകാർ അതിനകത്ത് കരഞ്ഞിട്ടുണ്ട്. അത് പാകിസ്ഥാൻകാർ കരഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഓപ്പണായിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ എന്ത് കാര്യമാണ് ഞങ്ങൾ ചെയ്യാത്തത്, എല്ലാം ചെയ്തു തന്നില്ലേ, എന്നിട്ട് ഞങ്ങളെക്കാട്ടി 1% കുറച്ച് ഇന്ത്യക്ക് കൊടുത്ത് ഞങ്ങളെ നാണം കെടുത്താനായിട്ടല്ലേ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ വിവരങ്ങൾ പതിയെ പുറത്തു വരുള്ളൂ, ഉടനെ തന്നെ വരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സംയുക്ത പ്രസ്താവന ഉണ്ടാവുമെന്നും. അല്ല, ഇപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീല് ഇപ്പോൾ ലീഗൽ സ്ക്രബിങ്ങിലാണ്. വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ചൈനയുമായിട്ടുള്ള ഇത് വന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ന് മറ്റേ ട്രൂ സോഷ്യലിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അതൊന്നും ട്രേഡ് ഡീലിനെ പറ്റി പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. സോയാബീൻ മേടിക്കും, അതായത് സോയാബീൻ ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം അമേരിക്കയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോയാബീൻ കെട്ടിക്കിടക്കുമായിരുന്നു ചൈന. അതായത് 20 മില്യൺ ടണ്ണായിരുന്നു അവരുടെ പ്രൊഡക്ഷൻ. അത് മേടിക്കാൻ ആളില്ലാണ്ട് പോയി. ഇത് ബ്രസീലിൻ്റെ അടുത്തു നിന്നാണ് ചൈന ഇത് കോൺട്രാക്ട് ഉണ്ടാക്കിയത്. ചൈന ഇത് മേടിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഇത് ട്രംപ് മാത്രമേ ട്രൂ സോഷ്യലിൽ ഇത് പറഞ്ഞിട്ടുള്ളൂ. അല്ല, മറ്റവരുടെ പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ എവിടെ കൊണ്ട് പറയുന്നതെന്ന് അറിയില്ല. അല്ല, അവര് ഏത് ഭാഷയിലാണ് പറയുന്നതെന്ന് എവിടെയാ പറയുന്നതെന്ന് വല്ലതും പറയുമെന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ നമുക്കറിയാം. പക്ഷേ ഗ്ലോബൽ ടൈംസ് നോക്കണം, എന്തെങ്കിലും ഗ്ലോബൽ ടൈംസിൽ എന്തെങ്കിലും വരുമായിരിക്കും നാളത്തേക്ക്. ഇന്നെന്തായാലും വരില്ല, ഇന്നേതായാലും വരത്തില്ല, നാളത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അത് നോക്കാം. പക്ഷേ ഒരു ട്രേഡ് ഡീലെന്ന് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇന്ത്യയുമായിട്ട് മാത്രമേ ഒരു ട്രേഡ് ഡീലെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. എന്താ പറയുക, ട്രംപാണ് ആദ്യം അനൗൺസ് ചെയ്തതെന്ന് പീയൂഷ് ഗോയൽ ചോദിച്ചാൽ അതിൻ്റെ അത് ചോദിക്കാനുള്ളൂ. ട്രംപ് അനൗൺസ് ചെയ്ത താരിഫ് ട്രംപ് എടുത്തു കളയുമ്പോൾ അത് ട്രംപ് അല്ലാതെ മോദിക്ക് പറയാൻ പറ്റുമോ? മോശമല്ലേ? ഇവർക്ക് ഇതൊക്കെ ആലോചിക്കാനുള്ള വിവരമില്ലേ? ഇത് എന്തെന്ന് കഷ്ടമായത്. അല്ല, അതിലൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതായത് മൊത്തത്തിൽ ഒരു ട്രേഡ് ഡീലിൽ ഇന്ത്യ സംബന്ധിച്ചപ്പോൾ ഇന്ത്യക്ക് എന്തോ പരാജയം സംഭവിച്ച പോലെയായിരുന്നു ആദ്യം പലർക്കും തോന്നിയത്. പക്ഷേ മൊത്തത്തിൽ രാജ്യത്തുള്ളൊരു മൂഡ് ഈ ഒരു എല്ലാവരും, എക്കണോമിസ്റ്റുകളായിക്കോട്ടെ, ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടും ആയിക്കൊള്ളട്ടെ, എല്ലാവരും പറയുന്ന കാര്യം ഇതിൽ ഇന്ത്യയാണ്, ഈ ക്ഷമ കാണിച്ചതുകൊണ്ട് ഇന്ത്യയാണ് വിജയിച്ചത്. മോദിജി പറഞ്ഞൊരു കാര്യമാണ്. അതെ അതെ. പിന്നെ മച്യൂരിറ്റി, ഒരു പക്വത നമ്മൾ കാണിച്ചു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണ്ടി നമ്മൾ മാറിയിട്ടില്ല. ഈ പറഞ്ഞ ചീത്തയും ഓളിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് അവർ തന്നെ വന്ന് കാല വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ ചമ്മുന്നത്? ആ ഒരു ചമ്മല് നമുക്ക് ഉണ്ടായിട്ടില്ല. അതെ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ പറയുന്ന പോലെ ട്രംപ് വായി തോന്നുന്നൊക്കെ പറയുന്നുള്ളത് ശരിയാണ്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു രാജ്യമൊന്നുമല്ല. അല്ല, നമ്മുടെ എക്സ്പോർട്ടുകളുടെ ഒരു നല്ല ശതമാനം അമേരിക്കയിലോട്ട് തന്നെ, 14% അമേരിക്കയിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അതിന്റെ പേരിൽ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കാര്യം പറഞ്ഞാൽ റീറൗട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മാക്സിമം പെട്ടെന്ന് നോക്കിയാവില്ല. അല്ല, അത് ഒരു സുപ്രഭാതത്തിലൊന്നും നടക്കത്തൊന്നുമില്ലല്ലോ. ഉള്ള കോൺട്രാക്റ്റുകൾ, അതിന്റെ പെനാൽറ്റികൾ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ മാത്രവുമല്ല, ഔട്ട്സോഴ്സിങ്ങിന് ഒരു ടാക്സ് വരുന്നു അല്ലെങ്കിൽ താരിഫ് വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ അത് ആയിരം വലിയ കച്ചറയായനെ. അപ്പോൾ ബാക്കി ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായ നഷ്ടം മാറ്റി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇനി വേറെ ഏരിയയിലും നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്ന ഒരു സുപ്രധാനമായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈഗോ മാത്രം പുഴുങ്ങിത്തുന്ന പോരല്ലോ. മാത്രവുമല്ല, ഇക്കണ്ട കാലം കൊണ്ട് ഈ ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് മോദി ഒത്തിരി ഈഗോ കാണിച്ചിട്ടില്ല. ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു സിനാരിയോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗുണമാണെങ്കിൽ ഓക്കെ, നമുക്ക് കാശ് കിട്ടും. നമുക്ക് നമ്മുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് ഇല്ലാതെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റണം. അവർ ഈ പറഞ്ഞ പോലെ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ സർക്കാർ കാരണം അതിന് മുടക്കം വരാൻ പാടില്ല. ആ ഒരു എന്താ പറയുക, ജനങ്ങളെ മുൻനിർത്തി, അവരുടെ സന്തോഷത്തെ മുൻനിർത്തിയിട്ടുള്ള പല തീരുമാനങ്ങളും ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, മോദിജി പറഞ്ഞതാണല്ലോ, ക്ഷമയാണ് ഇതിൻ്റെ ഒരു ഇതെന്നുള്ളത് മോദിജി പറയുകയും ചെയ്തു. കാര്യം അത് അല്ലാതെ ഇത് നടക്കില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഡിപ്ലോമസിയാണ്. അല്ലാതെ ഇതൊരു ഡിപ്ലോമസിയാണെന്ന് മാത്രവുമല്ല, ഈ ട്രംപ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞു, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെല്ലാം 0% ആവുമെന്ന്.
മോദിജി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പീയൂഷ് ഗോയൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ആരും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തും എന്ന് മോദിജി സമ്മതിച്ചു എന്നാണ്, ഹി അഗ്രീസ് എന്ന വാക്കാണ് ട്രംപ് യൂസ് ചെയ്തത്. പക്ഷേ മോദിജി അതിനെപ്പറ്റി തിരിച്ച് ഒരു പോസ്റ്റ് അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. മറ്റേ ട്രംപിൻ്റെ പോസ്റ്റിനൊരു മറുപടിയായിട്ടൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതല്ല, അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊന്നും മോദിജി സമ്മതിച്ചിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനം ലോക സമാധാനത്തെ പറ്റി സംസാരിച്ച് അങ്ങ് പോവായത്. നൈസായിട്ട് വരാല് വഴുതുന്ന പോലെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങ് വഴുതി അങ്ങ് പോവല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വർത്തമാനം പറഞ്ഞ് ആരെയും വെറുപ്പിക്കാനോ എന്താ പറഞ്ഞാൽ അലമ്പുണ്ടാക്കാനായിട്ടോ ഒന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇപ്പോൾ 50 രൂപയ്ക്ക് റഷ്യ തരികയാണെങ്കിൽ 40 രൂപയ്ക്ക് അമേരിക്ക തരികയാണെങ്കിൽ 40 രൂപയുടെ എണ്ണ നമ്മൾ വാങ്ങും. അത്രയും അമേരിക്കയുടെ എണ്ണയല്ല, വെനസ്വേലയുടെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇപ്പോൾ ഇന്നലെയാണല്ലോ ഈ ട്രേഡ് ഡീലിനെ പറ്റി ട്രംപ് പറയുന്നത്, വെനസ്വേലയുടെ എണ്ണയുടെ കാര്യം പറയുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ ഏതൊരു പത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, BPCL ആണെന്ന് തോന്നുന്നു, ആ വെനസ്വേലൻ എണ്ണ ഏതാണ്ട് $12 ഡിസ്കൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് BPCL, അഥവാ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഏതൊരു പത്രത്തിലാണ്, ഞാൻ കൃത്യം ഇത് പത്രം ഓർക്കുന്നില്ല. ആ സംസാരങ്ങൾ അത് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ ട്രംപിന് വന്ന ബോധോദയൊന്നുമില്ല. സംസാരം ഇവിടെ ബാക്ക് സൈഡിൽ ചാനലിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് വെൽ നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള, മാസങ്ങൾ എടുത്ത് നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡീലാണ്. അതിൻ്റെ അകത്ത് ട്രംപ് കുറേ സാധനങ്ങൾ അവസാന നിമിഷം കുറേ കുത്തിത്തിരിങ്ങാനും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അതിനെയൊക്കെ വലിയ നൈസായിട്ട് ഒഴിവാക്കി വിടുന്ന ഒരു പരിപാടിയാണ് ഈ മൗനം, സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൗനം, അർത്ഥഗർഭമായ മൗനം എന്നൊക്കെ പറയുന്നത്. അതെ, എന്തായാലും താമസിയാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ലീഗൽ സ്ക്രബിങ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താ പറയുക, അൺകൺഫേംഡ് ആയിട്ടുള്ള പല സംഗതികളും ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ഗ്രേ ഏരിയ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഇനിയും പതിയെ എന്താ പറയുക, ഒരു ഡീല് സൈൻ ചെയ്യാറാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഫൈനലൈസേഷൻ്റെ ഒക്കെ ആ ഒരു സമയത്തേക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുള്ളൂ.